വാങ്ങിയിട്ടുള്ള ഓൾ പേൾ ലീഡേഴ്സ് പ്ലീസ് വെൽക്കം. Good evening, all. Good evening. Myself, Mohammed Fashin, സ്ഥലം തൊട്ടടുത്ത് കൊണ്ടോട്ടിയാണ്. ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സ്റ്റുഡന്റ് ആയിരിക്കുകയാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഫെയിലാണ്. ഡിഗ്രി പാസ്സൊന്നുമല്ല. ഒരുപാട് കാര്യം ചെയ്തിട്ട് ബിസിനസ് ഒക്കെ ചെയ്തു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ പൊട്ടി. ഈ ഒരു മേഖല എന്റെ ബ്രദറിലോ വഴിയാണ് എനിക്ക് കിട്ടുന്നത്. അമ്മോന്റെ മോളെ കല്യാണം കഴിച്ച ഒരാളാണ്. കമ്പനിയുടെ എമറാൾ എക്സിക്യൂട്ടീവ് സുഭാസനാണ് ഓഫീസിൽ പോകുന്നത്. അദ്ദേഹത്തിന് അതിന് നന്ദി പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മേഖല ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഗ്രോത്ത് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റെടുത്ത് ചെയ്തപ്പോൾ കിട്ടി. ഏകദേശം ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ട് ഏകദേശം 18 മാസേ ആയിട്ടുള്ളൂ. ഏകദേശം 14 ലക്ഷം രൂപ ഞാൻ ഈ ഒരു വരുമാനമാണ്. 14 ലക്ഷം രൂപ വരുമാനമാണ്. എന്റെ ഏജ് എന്ന് പറയുന്നത് 24 വയസ്സാണ്. ഈ ഒരു ഏജില് ഈ ഒരു പ്രായത്തിലുള്ള ഒരു പയ്യന് എത്ര വരുമാനം കിട്ടുന്ന വെച്ചാൽ എന്റെ കൂടെ പഠിച്ച ആളുകൾക്ക് +2 ഉണ്ട്, ഡിഗ്രി പഠിച്ച പല പയ്യന്മാരുണ്ട്. അവർക്കൊക്കെ ഇപ്പൊ കിട്ടുന്നത് മാസ സാലറി 15,000 10,000 രൂപയൊക്കെയാണ്. പക്ഷെ എന്റെ ഒരു ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ ഉണ്ട് 11 ലക്ഷം രൂപയുടെ. കഴിഞ്ഞ ജനുവരി ഞാൻ ഇറക്കിയതാണ്. അതിന്റെ മാസ EMI എന്ന് പറയുന്നത് 19,500 ഹലോ 19,500 അതിന്റെ മാസ EMI വരുന്നത്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ 8 മാസമായിട്ട് അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു മേഖലയുടെ ഏജ് ഞാൻ പറഞ്ഞത് 24 വയസ്സില് ഈ ഒരു ലെവലിൽ എനിക്ക് എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിന് സാധിക്കും. അത് സാധിക്കാൻ പറ്റുന്ന വിഷയമാണ്. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് സോ മച്ച്. ഗുഡ് ഈവനിങ്. മൈസെൽഫ് സജന ഷിയാബ്. സ്വദേശം വരുന്നത് ഇവിടെ മഞ്ചേരി തന്നെയാണ്. പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൂടെ കുറെ ആളുകൾ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ ഒരു അവസരം കേട്ട സമയത്ത്, ഞാനിപ്പോ ഇവിടെ ഈ ഒരു ഹോള് കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷത്തെയാണ്. കാരണം എന്താ വെച്ചാല് ഞാൻ വെറും ഒരു ഫോണിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം കേട്ടിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഗുണമോ അതല്ലെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ സാധ്യതയോ ഒന്നും മനസ്സിലാക്കാതെ കൊറോണ സാഹചര്യത്തിൽ വീട്ടിലിരുന്നിട്ട് ഒരു 500 രൂപയെങ്കിലും വരുമാനം വാങ്ങിക്കാമെന്ന് ചിന്തിച്ച് മാത്രം കയറി നിന്ന വ്യക്തിയാണ്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും വളരെയധികം ഭാഗ്യവാന്മാരാണ്. കാരണം എത്രയോ എക്സ്പീരിയൻസ് നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഏതൊരു വ്യക്തിക്കും, ഇനി ഒരു ജെൻസ് ആയിക്കോട്ടെ ഒരു ലേഡി ആയിക്കോട്ടെ, ആരുടെയും ഒരു ആഗ്രഹമാണ് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ സ്വന്തം കാലിൽ നിന്ന് വരുമാനം വാങ്ങിക്കാന്നുള്ളത്. അത്രയും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാസത്തിൽ ഒരു 500 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് ഏകദേശം ആഴ്ചയിൽ 54,000 രൂപ വരെ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷത്തോളമായി. ഇന്ന് എന്റെ അക്കൗണ്ടിൽ 10 ലക്ഷത്തിന് മുകളിൽ 11 ലക്ഷത്തിന് മുകളിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി ആരോ ആയിക്കോട്ടെ. ചിലപ്പോ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടോ അതല്ലെങ്കിൽ ഒരു ഓൺലൈനിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തൊട്ട അയൽവാസികളായിരിക്കാം. ആരും ആയിക്കോട്ടെ, നിങ്ങൾ ബന്ധുവോ സുഹൃത്തോ ആരാണോ നിങ്ങളെ ഈ ഒരു അവസരത്തിലേക്ക് കൊണ്ടുവന്നത്, അവരെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് കയറി നിൽക്കുക. എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. വിഷ് യു ഓൾ സക്സസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വണ്ടർഫുൾ. ഗുഡ് ഈവനിങ്. എന്റെ പേര് നസീബ് എന്നാണ്. നസീബ് എന്ന പേരിന്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. പക്ഷെ ഭാഗ്യം തെളിഞ്ഞത് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ്. ഞാനൊരു പ്രവാസിയാണ്. ഒരുപാട് കാലം സൗദി അറേബ്യ UAE, അവസാനമായിട്ട് കുവൈത്തില് ബാർബർ ഷോപ്പിലായിരുന്നു ജോലി. ആ സമയത്താണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളെ തല്ലി തകർത്തുകൊണ്ട് കൊറോണ എന്ന മഹാമാരി വന്നു. 5-6 മാസം അവിടെ ലോക്ക്ഡൌൺ ആയി. ഫുഡിനും റൂമിനൊന്നും ക്യാഷ് കൊടുക്കാൻ പറ്റാത്ത ഒരവസരത്തിൽ നാട്ടിൽ വന്ന് ക്വാറന്റൈൻ നിൽക്കുമ്പോഴാണ് സൂമിലൂടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ സംശയങ്ങളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് കമ്പനി പറഞ്ഞപ്പോൾ തന്നെ ഡ്രിങ്ക് ഇറ്റ് ഫീൽ ഇറ്റ് ഷെയർ ഇറ്റ്, നമ്മുടെ അമേസിംഗ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഐകോഫി എന്ന പ്രൊഡക്റ്റ് 12 വർഷക്കാലം ചുമല സംബന്ധമായിട്ട് പ്രയാസപ്പെടുന്ന എന്റെ ഉമ്മാക്ക് അതിലൂടെ നല്ലൊരു റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഈ ഒരു ബിസിനസ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത്. ഞാനിവിടെ പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ആയ സമയത്ത് വന്നതാണെങ്കിലും ഇവിടുന്ന്
അവിടുന്ന് പതുക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. സ്റ്റാർ 500 എന്ന റാങ്ക് അച്ചീവ് ചെയ്തു. വീണ്ടും കുവൈത്തിലേക്ക് യാത്രയായി. അവിടുത്തെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെയാണ് അവിടെ ഡ്യൂട്ടി ടൈം ഉള്ളത്. ആ ഒരു സമയത്ത് കിട്ടുന്ന സമയത്ത് ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ഇവിടെ പറഞ്ഞ റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് അവിടുന്ന് അച്ചീവ് ചെയ്തതിനു ശേഷം എന്റെ മുതലാളിയെ ക്യാൻസൽ ആക്കിയിട്ടാണ് ഞാൻ നാട്ടിൽ സെറ്റിലായത്. മൈഡിയർ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ബിസിനസ്സിലൂടെ ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. ആ കടങ്ങളെല്ലാം വീട്ടാൻ സാധിച്ചു. എന്റെ കടങ്ങൾ വീട്ടിയതിലല്ല, ഞാൻ വരുമാനം വാങ്ങിയതിലല്ല, എന്റെ കൂടെ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് 10,000 മുതൽ ലക്ഷം മുതൽ 15 ലക്ഷം വരെ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചുകൊണ്ടിരുന്നതാണ്. മൈഡിയർ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് 11 മക്കളാണ് എന്റെ ഉപ്പാക്കും ഉമ്മാക്കും. തലങ്ങും വിലങ്ങും ആയിട്ട് നെഗറ്റീവുകളും കളിയാക്കളും കുറ്റപ്പെടുത്തലുകളും ആയിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. എന്നെ കൊണ്ട് നടക്കില്ല, നീ ഒരു ബാർബർ തൊഴിലാളിയാണ്, ബാർബർ ഷോപ്പിലെ ജോലി എടുത്താൽ പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തികളിൽ 8 പേര് ഇന്ന് എന്റെ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. മൈ ഡിയർ ഫ്രണ്ട്സ്, പണമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ കുടുംബത്തിൽ നിന്നോ കൂട്ടത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രി എന്ന മാത്രമായിട്ടുള്ള ബിസിനസ് നെഞ്ചോട് ചേർത്ത് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങളോട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. എല്ലാവരും ഇതിലേക്ക് കയറി നിൽക്കുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് യുവ. താങ്ക് യു സോ മച്ച്. മറ്റ് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് നമുക്ക്